ഹലോ ഗൈസ്, നല്ല അടിപൊളി ചൂട് പാറുന്നൊരു ചീരത്തോരനാട്ടോ. നല്ല രസമില്ലേ കാണാൻ? ഒന്നൊന്നേ തൊടാതെ കിടക്കുന്ന നല്ല അടിപൊളി ചീരത്തോരന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒരു ഇച്ചിരി പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആദ്യം ഞാൻ എന്നത്തെയും പറയുന്ന പോലെ തന്നെ തോരൻ വെക്കുമ്പോൾ ഞാൻ പച്ചമുളകാണെങ്കിലും കാന്താരി ആണെങ്കിലും ആദ്യം ഒന്ന് ചതച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അത് ചതച്ചെടുത്തതിന് ശേഷമേ ഞാൻ തേങ്ങ ഇട്ട് ഒതുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ തിരുമിയതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാവേ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 ചെറിയുള്ളി ഒരു വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാൻ കടുക് വറുത്തതിന് ശേഷമാണ് ചീര വെക്കുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ടാണ് ഞാൻ ചീര ഇടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കടുകൊക്കെ വറുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണേ. മൂത്ത് വരുമ്പോഴാണ് ഞാൻ അതിലേക്ക് ചീര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചീരയ്ക്കകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ആ അരിഞ്ഞു വെച്ച ചീര മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീര ഇട്ട് കൊടുത്തതിന് ശേഷം ചീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ ഇലയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി പോകുമ്പോഴേ ഉപ്പങ്ങ് മുന്നേ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിതിലേക്കൊരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ലേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ തോരൻ വെക്കുമ്പോൾ വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ കുഞ്ഞ് തീയിൽ അങ്ങ് ഇട്ടേക്കും, എന്നിട്ട് അടച്ചങ്ങ് വെച്ചേക്കും. അപ്പോഴത്തേനുണ്ടല്ലോ നന്നായിട്ട് വഴന്ന് വരും കേട്ടോ. അപ്പോൾ ഇനിയാണ് ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഒതുക്കിയെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അരപ്പ് അതിനകത്തോട്ട് മുഴുവനായിട്ടങ്ങ് തൂത്തിട്ട് കൊടുത്തു കേട്ടോ. തൂത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അത് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അരപ്പ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ചുമന്ന ചീരയാണ്, ഇത് കണ്ടില്ലേ. നല്ല ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ലത് ചുമന്ന ചീരയാണ്. ഇവിടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് ചുമന്ന ചീരയാണ് ഇഷ്ടം. വെള്ളച്ചീരയെക്കാട്ടിലും ഇഷ്ടം ചുമന്ന ചീരയാണ്. അപ്പോൾ ഈ ചീരയെല്ലാം ഇതേപോലെ ഞാനൊന്ന് ഇളക്കിയെടുക്കുവാണ്. നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് കൂട്ടി ഒന്ന് അമർത്തി വെച്ചേക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് പൊത്തി വെച്ചേക്കണം. പൊത്തി വെച്ചാൽ മാത്രം മതി, ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പൊത്തി ഒന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് അടച്ച് വെച്ചു. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്യണം. എല്ലാം നമ്മുടെ അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കണം കേട്ടോ. എൻ്റെ പഴയ ചാനലിൽ ഞാൻ ചീരത്തോരൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പലതരം തോരൻ്റെ വീഡിയോയും ചീരത്തോരനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പുതിയ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ചീരത്തോരൻ്റെ റെസിപ്പി ഇടുന്നത്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണ്. ഉപ്പൊന്നും കൂടിപ്പോയിട്ടൊന്നുമില്ല. ഞാൻ പലപ്പോഴും ഉപ്പിടുന്നത് എനിക്ക് ശരിക്കും സ്പൂണിൽ ഉപ്പിടുന്നതിനെക്കാട്ടിലും ഞാൻ കൈകൊണ്ട് വാരിയിടുന്നതാണ് എനിക്കൊരു പാകമായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാവേ. 1 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം പറ്റിക്കോട്ടെ കേട്ടോ. അപ്പോൾ അതേ 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇത് കണ്ടോ,
വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത്. ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ ചീരത്തോരന്. പലരും വെളുത്തുള്ളിയൊന്നും തോരന് ചേർക്കത്തില്ല. ചിലർ തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ചെറിയ ജീരകം ചേർക്കും. ചെറിയ ജീരകം ഞാൻ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.